ഉത്തര മലബാറിൽ കെട്ടിയാടുന്ന തെയ്യങ്ങളിൽ വെച്ച് ഏറ്റവും പ്രയാസമുള്ള തെയ്യമാണ് ഒറ്റക്കോലം. ഇത് തീച്ചാമുണ്ടി എന്ന പേരിലും അറിയപ്പെടുന്നു. ഒറ്റക്കോലം പ്രവേശിക്കുന്ന അഗ്നിയെ അല്ലെങ്കിൽ കനൽ കൂമ്പാരത്തെയാണ് മേലേരി എന്ന് പറയുന്നത്. വർഷത്തിൽ ഒരിക്കലോ 10, 25, 30 വർഷം കൂടുമ്പോഴോ ഒറ്റക്കോലം തെയ്യം കളിയാട്ടം നടക്കുന്നു. കളിയാട്ടം നടക്കുന്ന ഗ്രാമത്തിൽ നിന്നും ആചാരാനുഷ്ഠാനങ്ങളോടെ മരം ശേഖരിച്ച് മിക്കവാറും തീയ സമുദായത്തിൽപ്പെട്ടവരാണ് മേലേരി നിർമ്മിക്കുന്നത്. ഒറ്റക്കോലം തെയ്യം കെട്ടി 101 തവണ മേലേരിയിൽ വീഴുന്ന മലയ സമുദായത്തിൽപ്പെട്ട കോലക്കാരന് പട്ടും വളയും പണിക്കർ സ്ഥാനവും നൽകി ആദരിക്കുന്ന സമ്പ്രദായം ഇപ്പോഴുമുണ്ട്. ഒറ്റക്കോലം, വലിയ മുടി പോലുള്ള തെയ്യങ്ങൾ കെട്ടുന്ന കോലക്കാർ കടുത്ത രോഗം ബാധിച്ച് വളരെ നേരത്തെ തന്നെ തെയ്യത്തിൽ നിന്ന് പിൻവാങ്ങി മരണത്തിന് കീഴടങ്ങുന്ന ദാരുണമായ അവസ്ഥയിലാണ് ഇന്ന് കളിയാട്ടങ്ങൾ നടക്കുന്നത്. കളിയാട്ടത്തിൽ നിന്നും പിൻവാങ്ങുന്ന കോലക്കാരന് യാതൊരു വിധത്തിലുള്ള സഹായവും ലഭിക്കുന്നില്ല. പണ്ട് കെട്ടിയാടുന്നതിൽ ഇരട്ടിയിലധികം ഒറ്റക്കോലം ഇന്ന് നടക്കുന്നുണ്ട്. അടയാളം കൊടുക്കൽ, മേലേരി നിർമ്മാണം, തിടങ്ങൽ, തോറ്റം, മേലേരി കയ്യേൽക്കൽ, ദേശത്തിൻ്റെ അതിർത്തിയിൽ പോയി മാരിമാറ്റൽ, പെരും കൊല്ലൻ വന്ന് മേലേരി കെടുക്കൽ എന്നീ വ്യത്യസ്തങ്ങളായ സങ്കീർണമായ അനുഷ്ഠാനങ്ങളിലൂടെയാണ് ഒരൊറ്റക്കോലം തെയ്യം പൂർണ്ണമാകുന്നത്. ഒലികാവോ ഒലികാവോ ഒലികാജേ எனவே പന്തൽ പോ ഒലികാപടി വാതിൽ പോ ഒലികാ ഒലികാപടി വാതിൽ പോ ഒലികാ പതിനാറ അഴകുള്ള ആ കാപന്തൽ ഒലികാ അമൂപ്പത്തി ഉദയമാ അരനട്ട കാലമേ മൂന്നേമാ അരമൂണ്ടതിൽ വേറെ മുളപ്പാ ഒലികാവോ ഒലികാവോ ഒലികാജേ எனவே പന്തൽ പോ ഒലികാപടി വാതിൽ പോ ഒലികാ ത്തിൽ അനിമാരമേ ഉത്തോ ആമാരമേ ഉത്തോ
ഉത്തര മലബാറിലെ ക്ഷേത്രങ്ങളിലും കാവുകളിലും പള്ളിയറകളിലും മാടങ്ങളിലും വീടുകളിലും തറവാടുകളിലും പാരമ്പര്യ പൂർവിക കർമ്മത്തിൻ്റെ ഭാഗമായി അനുഷ്ഠിക്കുന്ന ഒരു അനുഷ്ഠാന കർമ്മകലയാണ് തെയ്യം. ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവരുടെ ക്ഷേത്ര അവതരണ അവകാശമാണ് ഈ തെയ്യം എന്ന് നമുക്ക് പറയാം. മലയൻ, വണ്ണാൻ, വേലൻ, കോപ്പാളൻ, ചിങ്കത്താൻ, അഞ്ഞൂറ്റാൻ, മുന്നൂറ്റാൻ അങ്ങനെയുള്ള വിഭാഗങ്ങൾ മാത്രമാണ് ഇന്ന് തെയ്യം കെട്ടി വരുന്നത്. ഒമ്പതാമത്തെ വയസ്സിൽ ഞാൻ ആദ്യമായിട്ട് കല്യാശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് കുളിയനാണ് ആദ്യമായിട്ട് കെട്ടിയത് ഒരു വീട്ടിൽ. അതിനുശേഷം ഞാൻ വിഷ്ണുമൂർത്തി മാടമ്പ് തറവാട് കൊയങ്കര മാടമ്പിൽ വീട്ടിൽ വിഷ്ണുമൂർത്തി കെട്ടി തെയ്യം കെട്ടാൻ തുടങ്ങിയാണ്. ഇപ്പോൾ 27 കൊല്ലത്തോളമായി തെയ്യം കെട്ടുന്നു. 10ലധികം ഒറ്റക്കോലം ഞാൻ കെട്ടിയിട്ടുണ്ട്. ആദ്യത്തെ ഒറ്റക്കോലം ഞാൻ കെട്ടിയത് 16ാമത്തെ വയസ്സിൽ ചെങ്ങൽ ശ്രീ വൈകുണ്ഠേശ്വര ക്ഷേത്രം എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ആദ്യമായിട്ട് ഒറ്റക്കോലം കെട്ടിയത്. അവിടെ ഒരു 115ലധികം പ്രാവശ്യം അന്നേരം വീണിട്ടുണ്ടായിരുന്നു. തെക്കൻ സമ്പ്രദായത്തിലെ രീതിയിലായ ഒറ്റക്കോലായതുകൊണ്ട് അവിടെ 101 കൈ വീണാൽ മാത്രമേ വിലക്കുന്ന സംവിധാനമുള്ളൂ. അതുകൊണ്ട് 115ഓളം കൈ അവിടെ 14 വയസ്സിൽ കെട്ടിയിട്ട് വേണ്ടി വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ഉദനൂർ കോവിലകത്ത് നിന്ന് കുറുവാപ്പള്ളി ക്ഷേത്രത്തിൽ നിന്ന് ആണ് പട്ടുംപാളിയിൽ നിന്ന് തന്നെ പണിക്കർ സ്ഥാനം നൽകി അംഗീകരിച്ചതും ആദരിച്ചതും. നമ്മളെ തെയ്യത്തിൻ്റെ കുലപതി അല്ലെങ്കിൽ അതിൻ്റെ ആചാര്യൻ അല്ലെങ്കിൽ അത് ഉണ്ടാക്കിയ ആൾ എല്ലാം പറയാൻ പറ്റുന്ന ഒരു ആളാണ് മണക്കാടൻ ഗുരുക്കൾ. മണക്കാടൻ ഗുരുക്കൾ വീരകോലത്തിൻ്റെ രാജസന്നിധിയിൽ വാണവളവട്ടണത്ത് വീരകോലത്തിരി എന്ന് പറയുന്ന വീരകോനാതിരി എന്ന് പറയുന്ന ചരിത്രത്തിലൊക്കെ നമ്മൾ പഠിക്കുന്ന കോനാതിരി രാജവംശത്തിൻ്റെ രാജവംശ പരമ്പര നമ്മളെ ഈ വാണവളവട്ടണത്ത് ഉണ്ടായിരുന്നു. അവിടെ ഇന്ദ്രജാല വിദ്യ ഒക്കെ പഠിച്ച മഹേന്ദ്രജാലം ഇന്ദ്രജാല വിദ്യ ഒക്കെ പഠിച്ച ഈ മണക്കാടൻ ഗുരുക്കൾ വളരെ തൻ്റെ ശരീരത്തിലേക്കും തൻ്റെ മനസ്സിലേക്കും തെയ്യങ്ങളൊക്കെ പഠിച്ച് മന്ത്രതന്ത്രങ്ങളൊക്കെ അനുഷ്ഠിച്ച് ഇന്ദ്രജാല വിദ്യ കൊണ്ട് ഒരുപാട് കഴിവുകൾ നേടി ആര്യക്കെട്ട്, അറബിക്കെട്ട്, അനന്തക്കെട്ട്, മലയൻകെട്ട് ഇങ്ങനെ 4 കെട്ടുകളിൽ നിന്നുമുള്ള വിവിധ തെയ്യക്കോലങ്ങളെ തൻ്റെ സിദ്ധി കൊണ്ട് അവിടെ വീരകോനാതിരിൻ്റെ രാജധാനി പോയി 35 കുറ്റി പരിദേവതമാരെ ഒന്നുകുറെ 40 തെയ്യങ്ങൾ അവിടെ ഇന്ദ്രജാല വിദ്യ കൊണ്ട് ഉടുമുണ്ടും മേൽമുണ്ടും അതേ മുണ്ടുകൊണ്ട് അവിടുന്ന് കോനാതിരി ഇയാൾക്ക് കൊടുത്ത ഉടുമുണ്ടും മേൽമുണ്ടും കൊണ്ടാണ് 35 കുറ്റി പരിദേവതമാരെ ഇയാൾ ഇന്ദ്രജാലത്തിലൂടെ അവിടെ രാജസന്നിധിയിൽ കാണിച്ചത്. അങ്ങനെയാണ് 35 ചിത്രപീഠങ്ങൾ ഉണ്ടായതെന്നും ആ ചിത്രപീഠങ്ങളിലാണ് ഓരോ തെയ്യം ഇരിക്കുന്ന പീഠങ്ങൾ അതിൽ ഓരോന്ന് കൽപ്പിച്ചുവെന്നും ഒക്കെ നമുക്ക് പുരാണത്തിലും അതുപോലെ മറ്റു കാര്യങ്ങളിലൊക്കെ നമുക്ക് പഴമയായിട്ട് നമുക്ക് പാരമ്പര്യമായി ഈ കർമ്മം അനുഷ്ഠിക്കുന്ന സമയത്ത് നമുക്ക് തെയ്യം ആരുണ്ടാക്കി എങ്ങനെ ഉണ്ടായി എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യമാണ്. പതിനൊന്നോളം സ്വരൂപങ്ങളെയാണ് നമ്മൾ ഈ തെയ്യത്തിൽ പറഞ്ഞു വരുന്നത്. ഇപ്പോൾ സ്വരൂപങ്ങൾ എന്ന് പറഞ്ഞാൽ കുറുമ്പനാട്ട് സ്വരൂപം, കോലസ്വരൂപം, കടത്തനാട്ട് സ്വരൂപം, അള്ളട സ്വരൂപം, കോട്ടയം സ്വരൂപം, ചുഴലി സ്വരൂപം, കുമ്പള സ്വരൂപം, നേരിയോട്ട് സ്വരൂപം, നെടിയിരിപ്പ് സ്വരൂപം, തെക്കം കുറ്റി, വടക്കം കുറ്റി. അതിൽ പ്രാധാന്യപ്പെട്ട ഒരു സ്വരൂപമാണ് നമ്മൾ ഈ അള്ളട സ്വരൂപം. ഈ അള്ളട സ്വരൂപത്തിലാണ് നമ്മൾ ഈ മടിയൻകൂലും അതുപോലെ നമ്മളെ ഉദുനുക്കൂലും നിലകൊള്ളുന്നു. അപ്പോൾ ഒറ്റക്കോലം ഒരു സ്ഥലത്ത് ഇങ്ങനെ
കുറച്ച് കൊല്ലം കൂടി കഴിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ അതിൻ്റെ അടയാളം കൊടുക്കുന്നൊരു ദിവസമാണ് പിന്നെ തീരുമാനിക്കൽ. ഇത്രാം തീയതി പിന്നെ ഇവിടുത്തെ കളിയാട്ടം നമുക്ക് ഭംഗിയായിട്ട് നിങ്ങൾ നിറവേറ്റി തരണമെന്ന് പറഞ്ഞിട്ട് ഈ വെറ്റിലടക്കി അതിൽ പൈസ വെച്ചിട്ട് നമുക്ക് തരും. ഒറ്റക്കോലത്തിൻ്റെ കോലക്കാരൻ ഒറ്റക്കോലം അടയാളം വാങ്ങിക്കുന്നത് മുതൽ അന്ന് മുതൽ വ്രതത്തിൽ നിന്നിട്ട് 21, 11, 9 ദിവസങ്ങൾ ജലസമയത്ത് വ്രതത്തിൽ ഇരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ കമ്പി നമ്മൾ തെയ്യത്തിന് കെട്ടുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ ചെവിയുടെ അതുപോലെ തലയുടെ ചൂട്, ഇപ്പോൾ ചെവിയിലൂടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ തണുപ്പും ചൂടെല്ലാം നമ്മൾ തലയിലേക്ക് കേൾക്കുന്ന നമുക്ക് പറഞ്ഞു തരുന്നത്. കമ്പി അതിൻ്റെ ആ തെയ്യത്തിൻ്റെ രൂപകൽപ്പനയിൽ ആചാര്യന്മാർ മുമ്പേ പറഞ്ഞു വെച്ചൊരു രൂപമുണ്ട്. ആ തെയ്യത്തിൻ്റെ ഒറ്റക്കോലത്തിൻ്റെ തലയിൽ കഴുത്ത് വരെ അതെല്ലാം ആഭരണം വരാണ്. അതിൽ പ്രധാനപ്പെട്ടൊരു പിന്നെ ആഭരണമാണ് ഈ കമ്പി എന്ന് പറയുന്നത്. അത് ചെക്കിപ്പൂ എന്ന് പറഞ്ഞാൽ മറ്റു തോട്ടച്ചക്കിയോ അതുപോലുള്ള ചെക്കികളൊന്നും ഈ കമ്പി കെട്ടാൻ ഉപയോഗിക്കില്ല. അത് പാറയിൽ വളരുന്ന ചെക്കി, ശരിക്കുള്ള ചെക്കി മാത്രമേ അതിന് മരുന്ന് രൂപത്തിൽ ആ ചെക്കി മാത്രമേ അത് കെട്ടാൻ ഈ കമ്പി കെട്ടാൻ വേണ്ടി നമ്മൾ ഒറ്റക്കോലം കെട്ടുന്ന ആൾ ഉപയോഗിക്കും. ഒരു കാറ്റിൻ്റെ പിന്നെ ഗതി പോലും ഒരു തെയ്യക്കാരൻ മനസ്സിലാക്കണം എന്നുള്ളത് കൊണ്ട് ഈ ചൂടിൻ്റെ ഗതി നമ്മളെ പഴമക്കാർ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ചൂട് ഏറ്റവും കൂടുതൽ അടിക്കുന്ന പിന്നെ നമ്മളെ പിന്നെ ഇന്ദ്രിയങ്ങളിലൊരു പ്രധാനപ്പെട്ട ഇന്ദ്രിയമാണ് നമ്മൾ ചെവി. അപ്പോൾ ചെവീൻ്റെ ഭാഗത്തു കൂടി ആയിട്ടാണ് കമ്പി ഇങ്ങനെ ചെവീനെ കവർ ചെയ്തുകൊണ്ട് ഇങ്ങനെ അതിനെ മറിച്ചു കൊണ്ടാണ് ഇങ്ങനെ വരൽ. അപ്പോൾ അതിൽ നിന്ന് ചൂടിൽ നിന്ന് നമുക്കൊരു അല്പം ഒരു തണുപ്പ് കിട്ടേണ്ട ഒരു ആശ്വാസം മാത്രമാണ് നമ്മളെ മനസ്സിലൊരു തോന്നലുണ്ടാക്കാൻ. നല്ല തണുപ്പുണ്ട് നമ്മളെ ഈ ചെവി മുഖത്തിൻ്റെ ഭാഗത്ത് എന്ന് തോന്നലുണ്ടാക്കാൻ വേണ്ടി മാത്രം ഈ കമ്പി ഉപകരിക്കുന്നല്ലാതെ മുഖത്തിന് യാതൊരു രക്ഷയും ഇല്ല. മുഖം ഒരു മാറിപ്പോയാൽ എന്തായാലും തെയ്യക്കാരൻ ആ രീതിയിൽ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ മുഖം എന്തായാലും പൊള്ളും. അതിലൊന്നും ഒരുപാട് പൊള്ളിയ അനുഭവങ്ങൾ നെറ്റിക്കും മൂക്കിനും വായിലും ചുണ്ടിലും കണ്ണിലും തലക്കൊക്കെ പൊള്ളിയ അനുഭവം ഒരുപാട് നമുക്കുണ്ട്. അതുപോലെ തന്നെ തലയിൽ വരുന്ന ആഭരണത്തിൻ്റെ ആണ് പിന്നെ നമ്മൾ അവിടുന്ന് പണിയെടുക്കുന്നത്, വീട്ടിൽ നിന്ന് ചെയ്യുന്ന പണി. ആ പീലി, ചെറിയ പീലി എന്ന് പറയുന്നതിൻ്റെ മുകളിലായിട്ടൊരു ചെക്കിപ്പൂവിൻ്റെ ചെറിയൊരു തണ്ട അവിടെ കെട്ടും. ആ ചെറിയ പീലി എന്ന് പറയുന്ന സാധനം പിന്നെ തുന്നിക്കെട്ടുന്നത് നമ്മളെ സൂചി നൂലോ അല്ലെങ്കിൽ ഈർക്കിലോ എടുത്തിട്ടാണ് നമ്മൾ ആ തെയ്യത്തിന് കുത്തിക്കെട്ടൽ എന്നാണ് പറഞ്ഞത്. ആ കുത്തിക്കെട്ടൽ നടത്തുന്നത് ഈ ചെറിയ പീലി ഈ തലമല്ലിക എന്ന് പറയുന്ന ഒരു സാധനത്തിനാണ്. ആ തലമല്ലിക ഓല കൊണ്ട് തുന്നിയിട്ടാണ് ഉണ്ടാക്കുന്നത്. 300-ഓളം ഓല ഏകദേശം അത് തുന്നാൻ വേണ്ടി വരും. അത് കണ്ടാൽ ചെറിയൊരു സാധനം, ഒരു വിഷരീരത്തിലുള്ള സാധനം ഉണ്ടാവില്ലേ. പക്ഷെ അതിൽ കുടുങ്ങിക്കിടക്കുന്ന ഓല ഒരു 300-ഓളം ഓല ചില സമയത്ത് ആ പിന്നെ തലമല്ലിക എന്ന് പറയുന്ന ഈ ഒറ്റക്കോലത്തിൻ്റെ ആഭരണത്തിൽ ഉണ്ടാവും. ഒറ്റക്കോലം നടക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാകുന്ന പറഞ്ഞാൽ നമ്മൾ പ്രാദേശികമായിട്ടുള്ള ഏതെങ്കിലും ക്ഷേത്രം ആ പരിസരത്തുകൂടി കടന്നു പോകുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു ക്ഷേത്രത്തെ തെയ്യം കെട്ടാൻ പോകുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പരിസരത്തിൽ പ്രധാനപ്പെട്ട ക്ഷേത്രം ഉണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിൽ നമ്മൾ ആദ്യം പോയി തോവും. അത് ചെയ്തുകൊണ്ട് ആ ഒറ്റക്കോലമുള്ള സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ ഏത് എടുത്തൂട്ടി കഴിക്കുന്ന ഒറ്റക്കോലം എന്ന് അതിന് പറഞ്ഞില്ല. എല്ലാ നാട്ടുകാരെല്ലാം കൂടി നാട്ടിലെല്ലാം പോയി മരം ശേഖരിച്ച് കൊണ്ടുവന്ന് എടുത്തൂട്ടി കഴിക്കുന്ന ഒറ്റക്കോലം ഒരുപാട് വർഷം ചെന്നതിന് ശേഷം, ഒരു 10-15 വർഷം ചെന്നതിന് ശേഷം ഒറ്റക്കോലം, 25 വർഷം ചെന്നതിന് ശേഷം ഒറ്റക്കോലം, 29 വർഷം ചെന്നതിന് ശേഷം, 27, അങ്ങനെ പല വർഷങ്ങളിന് ശേഷം ഒറ്റക്കോലം നടത്തുന്നുണ്ട്, 3 വർഷത്തിലൊരിക്കൽ. അപ്പോൾ ഇതിനൊക്കെ ചില നാട്ടിൽ നിന്നായിരിക്കും വിറക് സംഘടിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ അണിയറിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ അണിയറിൽ വേണ്ട സൗകര്യം ഓലക്കിറ്റാണ് നമുക്ക് സാധാരണ ഇരിക്കാൻ തരുന്നത്. എത്ര നമ്മൾ പരിഷ്കരിച്ച സമൂഹമായാലും നമുക്ക് അവിടെ കസേരയോ അല്ലെങ്കിൽ മറ്റു തരത്തിലൊന്നും ചെയ്യില്ല. പണ്ടേ പാരമ്പര്യമായിട്ട് നമ്മൾ അച്ചാച്ചന്മാർക്ക് കൊടുത്ത പോലെ ഓലക്കീറ്റിലെ സൗകര്യം നമുക്ക് അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ടാവും. അവിടെ നമുക്ക് ആവശ്യമില്ല തിരിയോല ക്ഷേത്ര സ്ഥാനികന്മാരവിടെ കരുതി വെച്ചിട്ടുണ്ടാവും. അതിന് ഈ തെയ്യത്തിന് വേണ്ട വായപ്പോള നമുക്കവിടെ കരുതി വെച്ചിട്ടുണ്ടാവും. അതൊക്കെ നോക്കിയതിന് ശേഷം നമ്മൾ നേരെ ക്ഷേത്രത്തിലേക്ക് പോയി അവിടെ നിന്ന് ആദ്യം നമ്മൾ തൽക്കാലത്തേക്ക് ഒരു ആചാരപൂർവ്വം നമ്മളൊരു വെറ്റിലടക്ക വാങ്ങുന്നു. പഞ്ചാഗ്നിനെ പറ്റി പിന്നെ
പറയുന്നതാണ് മേലേരിൻ്റെ ചരിത്രത്തിൽ. പഞ്ചാഗ്നിയിൽ പെടുന്ന ഒരു അഗ്നിയാണ് ഗാർഹപത്യാഗ്നി, പിന്നെ ദക്ഷിണം, ആഹവര്യം, ആഹസത്യം, സഭ്യം, അങ്ങനെ 5 അഗ്നികൾ ഈ അഗ്നിയുടെ ഭാഗമായിട്ടുണ്ട്. അതിൽ കർമ്മങ്ങൾക്ക് ഉപയോഗിക്കുന്ന അഗ്നിയാണ് ഈ പൊട്ടൻ തെയ്യം, ഒറ്റക്കോലം, അതുപോലെ തീക്കോലങ്ങൾക്ക് ഉപയോഗിക്കുന്ന അഗ്നി. ആ അഗ്നി സാധാരണ കൂട്ടുന്നത് വടക്ക് ഭാഗത്താണ്. ഇപ്പോൾ പിന്നെ മലബാറിലെ തന്നെ ഏറ്റവും വലിയ ഇടുവിലെ ക്ഷേത്രമാണ് അഴിവാതുക്കൽ വിഷ്ണുമൂർത്തി ക്ഷേത്രം. ഏറ്റവും വലിയ ഇടുവ് ഇപ്പം ഇന്ന് ആടിയായില്ല. ഇടുവ് എന്ന് പറഞ്ഞാൽ സാധാരണ ഈ ഒറ്റക്കോലത്തിൻ്റെ ചരിത്രത്തിൽ, ഇതിൻ്റെ അനുഷ്ഠാന കഥയിൽ ഒരുപാട് കഥകൾ ഒറ്റക്കോലത്തിനെ പറ്റി പറയുന്നുണ്ട്. അത് ഈ ബാണാസുരൻ്റെ കോട്ടയാണ് ഇടു എന്ന് പറയുന്ന ഒരു ചരിത്രം അതിലുണ്ട്. ഒരു പരിസര പ്രദേശത്തേക്ക് ഈ തീരെ ചൂട് ഏൽക്കാതിരിക്കാനും മുൻകാലത്ത് പണ്ടത്തെ അവർ കണ്ടിട്ടുണ്ട് എന്നുകൂടി പറയുന്നുണ്ട്. ഈ മേലേരി കൂട്ടുന്നവരെയാണ് കൊള്ളി കൂട്ടുന്നവരെന്ന് പറയല്. അവരെ കൊള്ളിക്കാരെന്ന്, ചില സ്ഥലത്ത് കൊള്ളിക്കാരെന്നല്ല പറയല്. അപ്പോൾ ഈ കൊള്ളി കൂട്ടുന്നവർ ഇതേപോലെ തന്നെ അവരും ഇതുപോലെ അവരൊരു പിന്നെ വ്രതം ആയിട്ട് അന്ന് രാവിലെ ഈ കൂലോത്ത് വന്ന് കുളിച്ച് ക്ഷേത്രകുളത്തിൽ നിന്ന് കുളിച്ച് തോതിട്ട് അവരും ഇതേപോലെ വ്രതത്തിലാണ്. അന്ന് യാതൊരു ആഹാരങ്ങളും അവർ കഴിക്കില്ല. അന്ന് ക്ഷേത്രത്തിൽ ഉണ്ടാക്കിയ ആഹാരമായിരിക്കും അവർ ചില സമയത്ത് കഴിക്കൽ. വീട്ടിലൊന്നും പോയിട്ടൊന്നും പിന്നെ ആഹാരം കഴിക്കാനുള്ള അനുവാദമൊന്നും അവർക്കില്ല. അവരന്ന് ഇരുന്ന് കുളിച്ച് പോയ ഉടനെ മേലേരീൻ്റെ തറി ഉണ്ടാക്കലും മേലേരീൻ്റെ കൊള്ളി അടുപ്പിച്ച് വെക്കലും അതായത് കൂട്ടുന്നതുമായിട്ടുള്ള പിന്നെ പ്രവൃത്തിയിൽ തന്നെ അവരെ മുഴുവൻ ശ്രദ്ധയാണ് ഉണ്ടാവൽ. ഈ മേലേരിയുടെ കൊള്ളി നാളുമരം മുറിക്കൽ എന്നൊരു ചടങ്ങ് ഇതിനുണ്ടാവും. അതൊരു പ്രശ്നക്കാരൻ്റെ അടുത്ത് പോയിട്ട് നാളുമരം മുറിക്കേണ്ട ഒരു മുഹൂർത്തം കുറിച്ച് വന്നിട്ട്